തൊഴിൽ മന്ത്രിയും കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇരുട്ടിൽ തപ്പുകയാണ് കോറോ ഹെൽത്തിലെ തൊഴിലാളികൾ. ജീവനക്കാർ ഇന്നും പതിവ് പോലെ കൊച്ചിയിലെ കമ്പനി ഓഫീസിലെത്തും. ഈ മാസം 20-ന് വീണ്ടും ചർച്ച നടക്കുമെങ്കിലും അതുവരെ തൊഴിലാളികൾ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തത കൂടി വന്നിട്ടില്ല. തിയോഫിനുണ്ട് വിവരങ്ങളുമായി. തിയോഫിനിലേക്ക് നമുക്ക് പോകാം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ഇന്നലെ നടന്ന ചർച്ച, ആ ചർച്ച ഒരു തികഞ്ഞ പരാജയമാണെന്ന് നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ജീവനക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും സമാനമായ സാഹചര്യത്തിലാണ്. അവർ പറയുന്നത് തങ്ങൾ 20-ാം തീയതി വരെ കാത്തിരിക്കാം, തങ്ങൾക്ക് റീലൊക്കേഷൻ ആയാലും മതി, ജോലി നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഒരു കൃത്യമായ മറുപടി കമ്പനി അധികൃതർ നൽകിയിട്ടില്ല. സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ തീരുമാനം 20-ാം തീയതി അറിയിക്കാമെന്ന് പറഞ്ഞ് അവർ ആ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. സർക്കാർ നിലപാട് ഏത് തരത്തിലാണ്? കമ്പനി പറഞ്ഞത് കേട്ടെങ്കിൽ പോലുമാണോ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിലവിലത്തെ സാഹചര്യം? സിദ്ധൂരി, ഈ കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് ആരെയും പിരിച്ചുവിടാൻ അനുവദിക്കില്ല എന്ന നിലപാടൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനനുകൂലമായൊരു നിലപാട് ഈ കമ്പനിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. കോറോ ഹെൽത്ത് കമ്പനിയുടെ, അതായത് ഇന്നലെ നടന്ന ചർച്ചയിൽ ആ ചർച്ചയും പരാജയമാണ്. ഇന്നലെ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത്. ഈ കോറോ ഹെൽത്ത് കമ്പനിയുടെ കൺട്രി ഹെഡ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പക്ഷേ നേരിട്ടല്ല, അവർ ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്. കമ്പനിയുടെ ലീഗൽ അഡ്വൈസർമാരാണ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തത്. ഒപ്പം തന്നെ ഈ ജീവനക്കാരുടെ പ്രതിനിധികളായ 8ഓളം പേരും പങ്കെടുത്തു. പക്ഷേ ഈ ചർച്ചയിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതായത് പ്രധാനമായി ഈ പിരിച്ചുവിടൽ എന്ന നിലയിലേക്ക് കമ്പനി നിൽക്കുകയാണ്. അതിന് കമ്പനിക്കാർ പറയുന്നൊരു ന്യായം, കമ്പനി നഷ്ടത്തിലാണ്. അത് തന്നെയുമല്ല, അമേരിക്കൻ പ്രോജക്റ്റുകളാണ്, അതായത് മെഡിക്കൽ കോഡിങ്ങും മെഡിക്കൽ ബില്ലിങ്ങും ഉൾപ്പെടെയുള്ള ജോലികളാണ് ചെയ്യുന്നത്. അമേരിക്കയിലെ ചില പോളിസികളിലെ മാറ്റവും നിയമത്തിലെ മാറ്റങ്ങളൊക്കെ കാരണം തങ്ങൾക്ക് ആവശ്യത്തിന് ബിസിനസ് ഇല്ല, അപ്പോൾ വർക്ക് ചെയ്യാനായുള്ള ജോലികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിച്ചുവിടൽ നടത്തുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ ഉത്തർപ്രദേശിലും ഹൈദരാബാദിലുമൊക്കെയുള്ള ഇവരുടെ ശാഖകളിലേക്ക്, മറ്റ് ഓഫീസുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നടക്കുന്നു? കേരളത്തിലുള്ളവരെ പിരിച്ചുവിടുകയും ഇവിടേക്ക് അതായത് രാജ്യത്തുള്ള മറ്റ് ഓഫീസുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് വ്യക്തമായ ഉത്തരം കമ്പനി അധികൃതർ നൽകിയിട്ടുമില്ല. ജീവനക്കാർ പറയുന്ന മറ്റൊരു ആവശ്യം, തങ്ങളെ ജോലിയില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിടരുത്, ഇവിടേക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ഇവിടെ കൊച്ചിയിലെ ഓഫീസിൽ ജോലികളില്ലെങ്കിൽ മറ്റ് ഓഫീസുകൾ കൃത്യമായി തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ജോലി മറ്റ് ബ്രാഞ്ചുകളിലേക്ക് മാറ്റി നൽകിയാൽ അവർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന നിലയിലേക്ക് ജീവനക്കാർ സമ്മതിക്കുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കവും ഈ കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കിതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യം, അതായത് തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അത് ജീവനക്കാർ സംശയിക്കുന്നതും അതുതന്നെയാണ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കൂടുതലാണെന്നും ഇവരെ ഒഴിവാക്കി ഹൈദരാബാദിലും ഉത്തർപ്രദേശിലും ഒക്കെ കുറഞ്ഞ ശമ്പളത്തിന് പുതിയ ആൾക്കാരെ ജോലിക്ക് വയ്ക്കുക, പുതിയ സ്റ്റാഫിനെ എടുക്കുക, നിലവിൽ കൂടുതൽ സീനിയോറിറ്റി ഉള്ളവരെ ഒഴിവാക്കുക, ഉയർന്ന ശമ്പളമുള്ളവരെയൊക്കെ ഒഴിവാക്കി കുറഞ്ഞ ശമ്പളത്തിന് കൂടുതൽ ആൾക്കാരെ നിയമിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കമ്പനിയുടേതെന്നാണ് നമുക്ക് സംശയിക്കേണ്ടതുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ അതിനെ കൂട്ടി വായിക്കേണ്ടതും. എന്നാൽ ഈ ജീവനക്കാരെ മറ്റ് ബ്രാഞ്ചുകളിലേക്ക് അലോക്കേറ്റ് ചെയ്ത് നൽകുക, അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ചുകളിലുള്ള രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിൽ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഉത്തർപ്രദേശിലൊക്കെയുള്ള ഓഫീസുകളിലുള്ള വർക്കുകൾ, അവിടേക്ക് നൽകിയിട്ടുള്ള വർക്കുകളെ, അതിൽ നിന്ന് കുറച്ച് വർക്കുകളെ കൊച്ചിയിലേക്ക് മാറ്റുക. കാരണം ഈ വിദേശത്തു നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന വർക്കുകളാണ്, മെഡിക്കൽ കോഡിംഗ് വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. ആ ജോലികൾ കേരളത്തിലേക്കുള്ള ബ്രാഞ്ചിലേക്ക് കൂടി അലോക്കേറ്റ് ചെയ്ത് നൽകുക, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജീവനക്കാരെ മറ്റ് ബ്രാഞ്ചുകളിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കുക. ഈ 2 കാര്യങ്ങളിലേക്കും കമ്പനി മറുപടി പറഞ്ഞിട്ടില്ല. ഇതിൽ അവസാന തീരുമാനം 20-ാം തീയതി അറിയിക്കാമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതായത് അപ്പോൾ ഇനി വരുന്ന 20-ാം തീയതി ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. നിലവിൽ അതാവുമ്പോൾ 3ാമത്തെ ചർച്ചയാണ്. ഇന്നലെ നടന്നത് 2ാമത്തെ ചർച്ചയാണ്. ആദ്യത്തെ ഒരു ചർച്ച കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ കമ്പനിയുടെ അധികൃതർ ആരും പങ്കെടുത്തില്ല. ലീഗൽ അഡ്വൈസർ മാത്രമാണ് വന്നത്. ജീവനക്കാരും ലേബർ ഓഫീസർ ഉൾപ്പെടെ ഉള്ള ചർച്ചയാണ്. തൊഴിൽ മന്ത്രി ഉണ്ടായിരുന്നില്ല. തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ആയിരുന്നു പങ്കെടുത്തിരുന്നത്. പക്ഷേ ആ ചർച്ച യാതൊരു തീരുമാനവുമായിരുന്നില്ല. അതിൽ കൃത്യമായ ഒരു തീരുമാനം പിന്നീടാണ് 10-ാം തീയതി ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചത്. അതായത് ഇന്നലെ ആ ചർച്ചയ്ക്ക് ഒരു തീരുമാനമെടുത്തത്. ആ ആദ്യത്തെ ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ കൃത്യമായൊരു മറുപടി ലഭിച്ചിരുന്നില്ല. കമ്പനി ഓഫീസ് തുറക്കുന്നില്ല എന്ന നിലപാടിലാണ്. ഇന്നലെ നടന്ന ചർച്ചയിലും അതേ നിലപാടാണ് കമ്പനി ആവർത്തിക്കുന്നത്. ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, ഇനി ജീവനക്കാർ തൽക്കാലം വീട്ടിലിരിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. പക്ഷേ ജീവനക്കാർക്ക് ഓഫീസിൽ വരാൻ സൗകര്യമുണ്ടാവണം. കാരണം അവർ ജോലി ചെയ്യുന്നു എന്ന് വരണം, അല്ലെങ്കിൽ ജോലി ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്ന നിലയിലേക്ക് കമ്പനി പോകും. അത് പോകാതിരിക്കാനാണ് ലേബർ ഓഫീസർ ആദ്യത്തെ ചർച്ചയിൽ തന്നെ കമ്പനിയുടെ ജീവനക്കാർ കമ്പനി ഓഫീസിലേക്ക് വരട്ടെ, അതിനുള്ള സൗകര്യം ചെയ്തു നൽകണമെന്ന് പറഞ്ഞത്. അങ്ങനെ 10-ാം തീയതി ചർച്ച നടക്കുന്നതുവരെ, ഇന്നലെ നടക്കുന്ന ചർച്ച വരെ ഉള്ള ദിവസങ്ങളിൽ
കമ്പനി ഓഫീസിലേക്ക് വരാനുള്ള ഒരു സൗകര്യം, അതായത് സ്റ്റാറ്റസ് കോ നിലനിർത്താനൊരു തീരുമാനത്തിലേക്ക് പോയിരുന്നു. പക്ഷേ കമ്പനിയുടെ ഓഫീസ് പിറ്റേ ദിവസം മുതൽ തന്നെ തുറന്നു കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇന്നലെ വരെയും ഓഫീസ് തുറന്നു കൊടുത്തില്ല. തൽക്കാലം അതിനു മുമ്പായി ലേബർ ഓഫീസർ ചെയ്തൊരു നീക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേബർ ഓഫീസറുടെ നിലപാട്, ഈ വരുന്ന ജീവനക്കാരുടെ, അതായത് ഓഫീസിൽ കയറാനായി വരുന്ന ജീവനക്കാർ, ആ വരുന്നവർ ആരൊക്കെയാണോ അത്രയും പേരുടെ ഹാജർ രേഖപ്പെടുത്തുകയായിരുന്നു തൊഴിൽ വകുപ്പ് ചെയ്തത് ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ. പക്ഷേ ഇന്നലെ നടന്ന ചർച്ചയിലും തുടർന്ന് ഈ ഓഫീസ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം കമ്പനി അധികൃതർ അംഗീകരിച്ചിട്ടില്ല. ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, അതായത് വരുന്ന 20-ാം തീയതി അവസാന ചർച്ച നടക്കുന്നു. അതിൽ അവസാന തീരുമാനം കമ്പനി അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതായത് നമ്മളിവിടെ ഏറ്റവും കാണുന്ന ഒരു പ്രശ്നം, ഈ പറഞ്ഞ ഈ ചർച്ചകൾ, തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ ഈ തൊഴിൽ ജീവനക്കാർ മുന്നോട്ട് വെച്ചതോ കോടതിയുടെ നിർദ്ദേശം പോലുമുണ്ട്. അവരുടെ തൊഴിലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട്, അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം ഉൾപ്പെടെയുണ്ട്. അവിടെ ഈ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ സർക്കാർ ആ ചർച്ചയിൽ എന്ത് സ്റ്റാൻഡാണ് എടുത്തത്? ഈ ചർച്ചയ്ക്ക് ശേഷം ബിന്ദു കൃഷ്ണ വന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും പറഞ്ഞു എന്ന് പറയുമ്പോഴും ആ പറച്ചിലൊന്നും കമ്പനി കേട്ടിട്ടില്ല എന്ന് വരുമ്പോൾ അതൊരു സർക്കാരിന്റെ പരാജയമായി മാറുകയല്ലേ? എന്തെങ്കിലും ഒന്ന്, ഇപ്പൊ 20-ാം തീയതി അവർ ഈ നിർദ്ദേശങ്ങൾ തീരുമാനം അറിയിക്കുന്നു പറയുമ്പോൾ 20-ാം തീയതി വരെയെങ്കിലും ഇവർക്ക് ആ കമ്പനിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഉണ്ടാകണം, പഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അതൊന്നും ഒരു കാര്യവും, ഒരു നിർദ്ദേശം പോലും നടപ്പിലാക്കാൻ പറ്റാതെ പോയ ഒരു സർക്കാർ തല ചർച്ചയില്ലേ സമ്പൂർണ്ണ പരാജയം എന്ന് തന്നെ വേണ്ടേ നമുക്കതിനെ അനുമാനിക്കാൻ? തീർച്ചയായും സിന്ദൂരി, അതായത് ഇന്നലെ നടന്ന ചർച്ച സമ്പൂർണ്ണ പരാജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. കാരണം ഇത്തരത്തിൽ കമ്പനിയോട് ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും കമ്പനി അംഗീകരിച്ചില്ല. ഈ ജീവനക്കാരെ തുടർന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. കമ്പനി നഷ്ടത്തിലാണെന്ന് പറയുന്നു. പക്ഷേ അവിടെയും സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിച്ചപ്പോൾ ഈ കമ്പനിക്ക് അത്ര നഷ്ടത്തിലല്ല കമ്പനി പ്രവർത്തിക്കുന്നത് വ്യക്തമായിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കമ്പനി തയ്യാറായിട്ടില്ല. നഷ്ടത്തിലാണെന്ന വാദം ആവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റൊരു കാര്യം, ഈ ജീവനക്കാർക്ക്, അതായത് 20-ാം തീയതി അവസാന റിപ്പോർട്ട് നൽകാം, തുടർന്ന് മറ്റു കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറയുമ്പോൾ അതുവരെ ജീവനക്കാർ എന്ത് ചെയ്യുന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അത്രയും ദിവസം, അതായത് 20-ാം തീയതി അവസാന ചർച്ച നടക്കുന്നതുവരെ ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ഓഫീസിലെത്താനുള്ള സംവിധാനം ചെയ്യണം, ഓഫീസിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കണം. അതിനിടയ്ക്ക് അവർക്ക് വർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ജോലികൾ കൊടുക്കാൻ കമ്പനി തയ്യാറായിട്ടില്ല. ജീവനക്കാർ വീട്ടിലിരിക്കട്ടെ എന്ന നിലപാടാണ് കമ്പനി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കമ്പനിയുടെ കൺട്രി ഹെഡ് ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി പങ്കെടുത്തിട്ട് ഇവർ സർക്കാരോ തൊഴിൽ മന്ത്രിയോ മുന്നോട്ട് വെച്ച ഒരു തീരുമാനവും അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ കർശനമായി അത്തരത്തിലൊരു നിലപാടെടുക്കാനോ കമ്പനിയെ കൊണ്ടത് സർക്കാർ പറയുന്നത് അനുസരിപ്പിക്കാനോ സർക്കാരിന് സാധിച്ചിട്ടുമില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ ചർച്ചയിൽ സർക്കാരിന് ഒരു മേൽക്കൈയും ഉണ്ടായിട്ടില്ല. കമ്പനി പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. നഷ്ടമാണെന്ന് കമ്പനി പറയുന്നു, അത് അംഗീകരിക്കേണ്ടിയിരുന്നു. യഥാർത്ഥത്തിൽ അത് നഷ്ടത്തിലല്ല. തന്നെയുമല്ല, മറ്റ് ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിച്ചു. മറ്റ് ഓഫീസുകളിൽ ധാരാളം ജോലികളുണ്ട്. ഇവർക്ക് ചെയ്യാനുള്ള ജോലികളുണ്ടെങ്കിൽ ആ ജോലി വിഭജിച്ച് കൊച്ചി ഓഫീസിലേക്കുള്ള ജീവനക്കാർ കൂടി നൽകണമെന്ന ആവശ്യത്തിന് കമ്പനി മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ കൊച്ചിയിലുള്ള ഓഫീസ് പൂട്ടുകയാണെങ്കിൽ കൊച്ചിയിലുള്ള ജീവനക്കാരെ മറ്റ് ബ്രാഞ്ചുകളിലേക്ക് അവർക്ക് സ്ഥലമാറ്റം നൽകി അവിടെ ജോലി ചെയ്യാനുള്ള സൗകര്യം നൽകണമെന്ന ആവശ്യവും കമ്പനി മറുപടി പറഞ്ഞിട്ടില്ല. ഇതിലെല്ലാം 20-ാം തീയതി മറുപടി പറയാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊന്നും പോസിറ്റീവായ രീതിയിൽ കമ്പനി അധികൃതർ സ്വീകരിച്ചിട്ടില്ല. കമ്പനിയുടെ ലീഗൽ അഡ്വൈസർമാർ മാത്രം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രഹസനമാക്കി ചർച്ച മാറ്റിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജീവനക്കാർ എന്ത് ചെയ്യുമെന്നൊരു കാര്യം ചോദ്യചിഹ്നമാണ്. ഇവരുടെ ഭാവി തുലാസിലാണ്. നിലവിൽ കമ്പനി പൂട്ടാനുള്ള തീരുമാനമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ നേരത്തെ ആ തീരുമാനവുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് 2.5 മാസത്തെ ശമ്പളം മുൻകൂറായി ജീവനക്കാർക്ക് നൽകിയിട്ട് കമ്പനി അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും കൊച്ചിയിലെ ഓഫീസ് അടച്ചുപൂട്ടി മറ്റ് ഓഫീസുകളിൽ കുറഞ്ഞ ശമ്പളത്തിൽ പുതിയ ജീവനക്കാരെ എടുത്ത് മുന്നോട്ട് പോകുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടുത്തെ എല്ലാ ജീവനക്കാരും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ചെറിയൊരു ഓഫീസുമായി കൊച്ചിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തട്ടിപ്പ് വീണ്ടും തുടരും, ഈ തൊഴിൽ ചൂഷണം തുടരും. നിലവിലുള്ള ജീവനക്കാരെയൊക്കെ പറഞ്ഞു വിട്ട ശേഷം ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ വേറെ ആളുകളെ കിട്ടുമോ എന്ന് നോക്കും. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ജീവനക്കാരെ എടുത്ത് കുറേ നാളിന് ശേഷം കമ്പനി വീണ്ടും ചിലപ്പോൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ സാധാരണയായി നടന്നു വരുന്നതാണ്. പ്രത്യേകിച്ച് IT, മെഡിക്കൽ മേഖലകളിലുള്ള കമ്പനികൾ പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളുടെ വർക്കുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഈ തട്ടിപ്പ് വ്യാപകമാണ്. എന്തായാലും ആ തട്ടിപ്പുമായി ഇത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടിയെടുക്കും, ശ്രമിക്കുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടി നിലവിൽ നിയമപരമായി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. സർക്കാരിന് കർശനമായ കമ്പനിക്ക് നിർദ്ദേശം കൊടുക്കാനും കഴിയുന്നില്ല. ഇന്നലെ നടന്ന യോഗം പോലും സത്യത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. കോടതി ജീവനക്കാരുടെ ഭാവി പരിഗണിക്കണം, അതിനുവേണ്ട ഇടപെടൽ നടത്തണം, പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടും ചർച്ച നടത്തണം. ഈ ചർച്ചയിൽ കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചർച്ച നടന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും
ഇന്നലെ ഈ ചർച്ചയിൽ ജീവനക്കാരുടെ ഭാവി എന്താണെന്നുള്ള കാര്യത്തിൽ ഉത്തരവില്ല. ഇതിനാണ് 20-ാം തീയതി കമ്പനി തങ്ങളുടെ നിലപാട് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഈ ജീവനക്കാർക്ക് ഓഫീസിൽ കയറാൻ കഴിയുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും ജീവനക്കാർ അടുത്ത ദിവസങ്ങളിൽ ഓഫീസിലേക്ക് എത്തുമെന്നറിയുന്നു. ഇന്നും ജീവനക്കാർ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇന്ന് 2-ാം ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ പ്രവൃത്തി ദിവസമല്ലാത്തതുകൊണ്ട് ലേബർ ഓഫീസറോ മറ്റുള്ളവരോ എത്താനുള്ളൊരു സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ജീവനക്കാർ ഓഫീസിലേക്ക് എത്തുമോ എന്നറിയില്ല. ചിലപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ ജീവനക്കാർ ഓഫീസിലേക്ക് വരും. അപ്പോഴും ജീവനക്കാർക്ക് അകത്ത് കയറാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ലേബർ ഓഫീസർ ഹാജർ രേഖപ്പെടുത്തി വെക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. എന്താണെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസം, അതായത് 20-ാം തീയതി വരെയോ 20-ാം തീയതിക്ക് ശേഷമോ എന്താകും തങ്ങളുടെ ഭാവി എന്ന കാര്യത്തിൽ ജീവനക്കാർക്ക് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. സിന്ധൂരി. തിയോഫിനി, ഈ കോറോ ഹെൽത്ത് കമ്പനിയുടെ നിലവിലത്തെ സാഹചര്യം ഇതാകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു മാതൃകയായി തീരുമോ എന്നുള്ളതാണ്. കാരണം ഇതുപോലുള്ള പ്രൈവറ്റ് സെക്ടർ മറ്റു കമ്പനികളും ഈ സമാന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 800-നും 900-നും ഇടയിൽ നിൽക്കുന്ന ഈ തൊഴിലാളികളുടെ എണ്ണം വളരെ വലിയ തരത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം നിരവധി കമ്പനികൾ ഇങ്ങനൊരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ലേബർ കോഡിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ 2 മാസത്തെ ശമ്പളമോ അല്ലെങ്കിൽ 1 മാസത്തെ ശമ്പളമോ കൊടുത്തുകൊണ്ട് ഇനി ജോലിക്ക് വരേണ്ട എന്നൊരു മെയിൽ അയച്ചുകൊണ്ട് തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്കറിയാം ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ, പ്രത്യേകിച്ചും IT ഫീൽഡിലുള്ള ആളുകളുടെ ഭാവി വളരെ വലിയൊരു ചോദ്യചിഹ്നത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ കോറോ ഹെൽത്തിന് കൃത്യമായ ഈ ജോലിക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടായില്ലെങ്കിൽ അതൊരു മാതൃകയായി തീരുകയും മറ്റു പല ആളുകൾക്കും അതൊരു വലിയ പ്രശ്നമായി തീരാനുള്ള സാധ്യത അതുകൂടി കണക്കിലെടുക്കുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത്? സിന്ധൂരി, അതായത് ഇത്തരത്തിലുള്ള രീതികളിൽ ഇനിയും അത് മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ, അതായത് ഇതിന് കമ്പനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ കമ്പനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ മറ്റ് കമ്പനികളും ഇത്തരം രീതികൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ കോറോ ഹെൽത്ത് കമ്പനിയിലെ വിഷയം എന്ന് പിരിച്ചുവിടൽ വിഷയം വലുതായി മാറിയത് അല്ലെങ്കിൽ വലിയ ചർച്ചയായി മാറിയതും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇടപെടാനും കാരണമായത് ഇതൊരു പിരിച്ചുവിടലൂടെ വന്നതുകൊണ്ടാണ്, ഈ ലേ ഓഫ് ആയതുകൊണ്ടാണ്. പക്ഷേ ലേ ഓഫ് അല്ലാത്ത രീതിയിലുള്ള പിരിച്ചുവിടൽ നിരവധി ആളുകളെ ഒരുമിച്ച് തന്നെ ഒരേ സമയം പിരിച്ചുവിടൽ എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാവുന്ന രീതിയിലുള്ള പിരിച്ചുവിടലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കോറോ ഹെൽത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ്. അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കമ്പനി പൂട്ടുന്നുവെന്നോ ഓഫീസ് പൂട്ടുന്നുവെന്നോ പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവിടെ ജീവനക്കാരുടെ പെർഫോമൻസ് കുറവാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു പക്ഷേ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, വ്യക്തിപരമായ സാഹചര്യം, കുടുംബപരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മറ്റ് ബ്രാഞ്ചിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ മറ്റുള്ളവരെ പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞയക്കുന്നു. അങ്ങനെ നിരവധി പേരെ പലപ്പോഴായി ഒഴിവാക്കി കളയുന്ന ഒരു രീതി പ്രത്യേകിച്ച് IT ഫീൽഡ്, IT അനുബന്ധ മേഖലകളിലുണ്ട്. സമാനമായ രീതിയിൽ തന്നെ മറ്റ് ചില മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ് മേഖലയിൽ ഉൾപ്പെടെ. കാരണം നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരത്തിൽ നിരവധി ആളുകളെ ശമ്പളം നൽകാതെയും പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി യാഥാർത്ഥ്യമാണ്. ദിവസങ്ങളോളം കൊച്ചിയിൽ തന്നെ സമരം നടന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് പിരിച്ചുവിടൽ. ചിലപ്പോൾ ഒരുപക്ഷേ ഈ കമ്പനിയുടെ നേതൃത്വത്തിലാകാം. ചില കമ്പനി മുകളിൽ നിന്ന് തന്നെ കമ്പനി മാനേജ്മെൻറ്റ് തന്നെ മാനേജർ കാറ്റഗറിയിലുള്ളവർക്ക് നിർദ്ദേശം നൽകും, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇത്ര പേരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം ഒരു 10% അല്ലെങ്കിൽ 20% കുറയ്ക്കണമെന്ന് നിർദ്ദേശം നൽകും. അപ്പോൾ ആ 10-20% ആൾക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ളൊരു നീക്കം ഈ കമ്പനി മാനേജർമാർ നടത്തും. ആ മാനേജർമാർ കമ്പനിയുടെ അധികൃതർക്ക്, കമ്പനി ഉടമകൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ജീവനക്കാരെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് മാനേജ്മെൻറ്റ് പോകും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള മാനേജർമാർക്ക് പോലും പിന്നീട് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുപോലെ തന്നെ ചില കമ്പനികൾ ഒരു ടാർഗറ്റ് നിശ്ചയിക്കും. ആ ടാർഗറ്റ് നിശ്ചയിക്കുമ്പോൾ ആ ടാർഗറ്റിൽ കൂടുതൽ പെർഫോമൻസ് കാണിക്കുന്നതിനായി ചില മാനേജർമാർ തങ്ങളുടേതായ രീതിയിൽ വേറെ ടാർഗറ്റ് തങ്ങൾക്ക് കീഴിലുള്ള ജീവനക്കാർക്ക് നൽകും. അതായത് കമ്പനി വെച്ചിട്ടുള്ള ടാർഗറ്റ് അല്ലാതെ അതിനേക്കാൾ ഇരട്ടിയോളമുള്ള ടാർഗറ്റ് നൽകി ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുകയും അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് പോയിക്കോ എന്ന രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കി ജോലിക്കാരെ ഒഴിവാക്കുന്ന രീതി ചില മാനേജർമാർക്കുണ്ട്. അവിടെ അതെന്തിനുള്ള തന്ത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാരെ കുറയ്ക്കുന്നതല്ല അവിടുത്തെ ആവശ്യം. കമ്പനി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു, പക്ഷേ ആ ജീവനക്കാരിൽ നിന്നും പരമാവധി അവരെ പിഴിഞ്ഞ് ജോലി എടുപ്പിച്ച് ഈ മാനേജർക്ക് കീഴിൽ നിന്നും ടാർഗറ്റ്, അതായത് ആ മാനേജർക്ക് നൽകിയിട്ടുള്ള ടാർഗറ്റിൻ്റെ ഇരട്ടിയിലധികം ആ മാനേജർ നേടിയെന്ന് പറയുമ്പോൾ മാനേജറുടെ കമ്പനിയിലെ പെർഫോമൻസ് വലുതായി വിലയിരുത്തപ്പെടുകയും അങ്ങനെ ഇയാൾ മിടുക്കനായി അല്ലെങ്കിൽ ആ മാനേജർ ഒരു കമ്പനിയിലെ ഏറ്റവും മികച്ച
ജോലിക്കാരനാണ്, ഒരു തൊഴിലാളിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അയാൾക്ക് പ്രൊമോഷൻ ഉൾപ്പെടെ നേടാനുള്ള ശ്രമം ചില മാനേജർമാർ നടത്തുന്നുണ്ട്. അതായത് കമ്പനി നൽകുന്ന ടാർഗറ്റ് അല്ലാതെ ചില കമ്പനികൾ ഈ ജീവനക്കാർക്ക് പെർഫോം ചെയ്ത് എത്താവുന്ന രീതിയിലുള്ള ടാർഗറ്റുകൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ടാർഗറ്റ് നൽകിക്കൊണ്ട് അത്തരം ഇരട്ടി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ചില മാനേജർമാർ ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുകയും മാനസിക സമ്മർദ്ദത്തിലാവുകയും ചില ജീവനക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ പിരിഞ്ഞു പോകുന്നത് കമ്പനിക്ക് ഇയാൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജീവനക്കാർ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയ ആളുകൾ വരുന്നു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ തൻ്റെ പ്രകടനം മികച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കീഴിലുള്ള ജീവനക്കാരെ പരമാവധി സമ്മർദ്ദത്തിലാക്കി അവരെ കമ്പനിയിൽ നിന്ന് ജോലിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം, അതായത് യഥാർത്ഥത്തിൽ കമ്പനി മാനേജ്മെൻറ്റ് അനുവദിക്കുന്നതിനേക്കാൾ അപ്പുറം സമ്മർദ്ദം ജീവനക്കാർക്ക് മേൽ സൃഷ്ടിച്ചുകൊണ്ട് ജീവനക്കാരെ ഒഴിവാക്കുന്ന ചില മാനേജർമാരുണ്ട്. അവരും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ലേ ഓഫ് വരുമ്പോൾ ഒറ്റയടിക്ക് ഒഴിവായി പോകേണ്ട സാഹചര്യമുണ്ട്. അതായത് ഇതിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കമ്പനി മാനേജ്മെന്റുകൾ ജീവനക്കാരോട് മാനുഷിക പരിഗണന കാണിക്കുന്നില്ല. ആ മാനുഷിക പരിഗണന മാനേജർമാർ താഴേക്കിടയിലുള്ളവരോട് കാണിക്കുന്നില്ല. ഏറ്റവും താഴേക്കിടയിലുള്ളവരെ ചവിട്ടി പുറത്താക്കുന്ന മാനേജർമാർ പിന്നീട് പുറത്താകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കോറോ ഹെൽത്തിലെ മാത്രമല്ല മറ്റ് പല സ്ഥാപനങ്ങളിലും കാണുന്നതാണ്. നമ്മൾ കോറോ ഹെൽത്തിൽ പറഞ്ഞു വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചത് മാത്രം. തീർച്ചയായിട്ടും തിയോഫിൻ പറഞ്ഞത് വളരെ വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പോൾ ഇങ്ങനൊരു പിരിച്ചുവിടൽ നടത്തിയപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങളുടെ ഒരു ആകെത്തുകയാണ് തിയോഫിൻ പറഞ്ഞത്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഇമ്മാനുവൽ എന്ന മമ്മൂട്ടി ചിത്രമാണ്. ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സമാനമായ സാഹചര്യം അല്ലേ. കമ്പനിക്ക് ആവശ്യമായതെല്ലാം ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്നും നേടിയെടുത്ത് കഴിയുമ്പോൾ ആ ആളെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് പിരിച്ചുവിടാൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം നിർബന്ധിതമായി ഈ പറഞ്ഞ നിർബന്ധിച്ചൊരു റിസൈൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ പോലും അറേഞ്ച് ചെയ്ത് വെക്കുന്ന കോർപ്പറേറ്റുകൾ ഇവിടെയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പലതരത്തിലുള്ള രൂപങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മാതൃകയാകാനുള്ള സാധ്യതയുണ്ട്. ഈ കോറോ ഹെൽത്ത് കമ്പനിയുടെ കാര്യത്തിൽ അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായ ഒരു സംരക്ഷണം ഒരുക്കാൻ സർക്കാർ പരാജയപ്പെട്ടാൽ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ എണ്ണം, ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ എണ്ണം അനുദിനം കേരളത്തിൽ കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ തൊഴിലാളി മേഖല സ്വകാര്യ മേഖല ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.